പള്ളി നേർച്ചയ്ക്കിടെ ഹമാസ് ഭീകരരെ ആനപ്പുറത്ത് എഴുന്നള്ളിച്ച സംഭവത്തെ പിന്തുണച്ച VT ബൽറാം. പള്ളിയുമായി ബന്ധപ്പെട്ട ആഘോഷമല്ല, ദേശോത്സവമാണെന്ന് വിശദീകരണം. ഭീകരർക്ക് താരപരിവേഷം നൽകിയ വാർത്ത നൽകിയതിന് ജനം TVക്കെതിരെയും കുറ്റപ്പെടുത്തൽ. ചർച്ച വഴിതിരിച്ചുവിടാനാണ് VT ബൽറാം ശ്രമിക്കുന്നതെന്ന് BJP നേതാവ് പ്രശാന്ത് ശിവന്റെ മറുപടി. അരുൺ ആലത്തൂർ ചേർന്ന് വിവരങ്ങളുമായി. അരുൺ, ഇത് മറ്റൊരു തലത്തിലേക്ക് നീങ്ങുകയാണ്. ഈ പക്ഷം പിടിച്ചു വരുമ്പോൾ എന്താണ് ബൽറാമിന്റെ പക്ഷം? വീണ, ഈ ബലറാം പറയുന്നത് ഇത്തരത്തിൽ ഹമാസ് ഭീകരവാദികളെ ആനപ്പുറത്ത് എഴുന്നള്ളിച്ചതുമായി ബന്ധപ്പെട്ട വാർത്ത, അതിലെ ഈ ഭീകരവാദികളെ താരപരിവേഷം നൽകിക്കൊണ്ട് എഴുന്നള്ളിച്ച വാർത്ത ജനം TV റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിൽ പള്ളിയിൽ നടന്ന ഉറൂസോ അല്ലെങ്കിൽ പള്ളി നേർച്ചയുടെയോ ഭാഗമല്ല ഈ ഒരു ഫെസ്റ്റിവൽ, ഇതൊരു തൃത്താലയിലെ മറ്റൊരു ദേശോത്സവം എന്ന പേരിൽ മറ്റൊരു ഫെസ്റ്റിവലാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിലെ മറ്റൊരു തരത്തിലേക്ക് ചർച്ചയെ വഴിതിരിച്ചു വിടാനുള്ള ശ്രമമാണ് VT ബൽറാമിൻ്റെ ഭാഗത്തു നിന്ന് നടക്കുന്നത്. മാത്രമല്ല VT ബൽറാം ജനം TVയെ ഉൾപ്പെടെ ഇതിനെ ഉറൂസ് എന്നും അതല്ലെങ്കിൽ പള്ളി നേർച്ച എന്നൊക്കെ പറഞ്ഞു എന്ന തരത്തിൽ കുറ്റപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. അതേസമയം തന്നെ ഇതിൽ മറ്റൊരു വശം, അതായത് നമ്മൾ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യുന്ന വിഷയം എന്നുള്ളത് ഇത് ഏത് ഫെസ്റ്റിവലാണെന്നുള്ളതിലുപരി ഏത് ഫെസ്റ്റിവലാണെങ്കിലും കേരളം പോലൊരു സമൂഹത്ത് ഇത്തരത്തിൽ ആനപ്പുറത്ത് ഈ ഹമാസ് ഭീകരവാദികളെ എഴുന്നള്ളിച്ച് കൊണ്ടു നടക്കുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ കാമ്പ് എന്നിരിക്കെ അതിനെക്കുറിച്ച് കൃത്യമായി ഒന്നും മറുപടി പറയുന്നുമില്ല VT ബൽറാം. തൃത്താലയിലെ മുൻ MLA കൂടിയാണ് അദ്ദേഹം എന്നുള്ളത് നമുക്ക് ശ്രദ്ധേയമാണ്. ഏതായാലും ഇത് കൃത്യമായിട്ട് തന്നെ ഈ ബലറാമിൻ്റെ പൊള്ളത്തരങ്ങൾ തുറന്നു കാണിച്ചുകൊണ്ട് അതിന് മറുപടിയായിട്ട് സമാനമായി VT ബൽറാം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. സമാന രീതിയിൽ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ തന്നെ BJP നേതാവായ പ്രശാന്ത് ശിവൻ ഇതിലൊരു മറുപടിയും കൊടുത്തിട്ടുണ്ട്. പ്രശാന്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്, അതായത് ഈ വാർത്ത ജനം TVയോ അല്ലെങ്കിൽ സംഘപരിവാറോ അല്ല ഇതിൽ പള്ളി ഉറൂസെന്നോ അല്ലെങ്കിൽ പള്ളി നേർച്ച എന്നൊക്കെ പറയുന്നത്. അത് ആ പ്രദേശത്തെ ജനങ്ങൾ തന്നെ ഇതിനെ പള്ളി നേർച്ച എന്ന് തന്നെയാണ് പറയുന്നത് എന്നുള്ള അവിടുത്തെ ആളുകളുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളും അതുപോലെ തന്നെ മീഡിയ വൺ എന്ന ചാനൽ അതിനെ കൃത്യമായിട്ട് പള്ളിയിലെ ഉറൂസ് എന്ന് അവർ തന്നെ രേഖപ്പെടുത്തി അവർ കൊടുത്തിരിക്കുന്ന അതിൻ്റെ സ്ക്രീൻഷോട്ട് സഹിതമാണ് ഈ പ്രശാന്ത് ശിവൻ VT ബൽറാമിന് മറുപടി നൽകിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല ഈ പ്രദേശത്ത് കാലങ്ങളായി നടന്നു വന്നിട്ടുകൊണ്ടിരിക്കുന്ന അവിടുത്തെ ഈ പള്ളി നേർച്ച അല്ലെങ്കിൽ പള്ളിയിലെ ഉറൂസ് അതുമായി ബന്ധപ്പെട്ട് പള്ളിയിൽ ഇത്തരത്തിലുള്ള വലിയ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിൻ്റെ മതപരമായ ചില ചട്ടക്കൂടുകൾ ഉള്ളതുകൊണ്ട് തന്നെ പുറത്ത് ഒരു ഈ ദേശസാൽകൃത കമ്മിറ്റി എന്നൊക്കെ പേരിൽ ഒരു കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ടാണ് ഈ പരിപാടികൾ നടത്തുന്നത്. തൃത്താലയിൽ മാത്രമല്ല, കൂറ്റനാടാണെങ്കിലും അല്ലെങ്കിൽ പട്ടാമ്പിയിലാണെങ്കിലും ഒക്കെ സമാന രീതിയിൽ ഈ പള്ളി നേർച്ചയുമായി ബന്ധപ്പെട്ട് പുറത്തൊരു ജനകീയ കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് അതിനെ നേർച്ചയുടെ ഭാഗമായിട്ട് തന്നെയുള്ള ഒരു പരിപാടിയായിട്ടാണ് അവതരിപ്പിക്കപ്പെടുന്നത്. ഈ പരിപാടിക്ക് പോകുന്ന ആളുകളൊക്കെ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചതിന് ശേഷമാണ് പിന്നീട് ഉത്സവം കഴിഞ്ഞ് മടങ്ങുന്നത് എന്നുള്ളത് പ്രദേശവാസികളായ ആളുകൾ തന്നെ കൃത്യമായിട്ട് പറയുന്നു. മാത്രമല്ല ഇതിൻ്റെ കൃത്യമായ കാര്യകാരണങ്ങൾ നിരത്തിക്കൊണ്ട് പ്രശാന്ത് ശിവൻ അതിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹവും VT ബൽറാമിനെ തുറന്നു കാണിക്കുന്നുണ്ട്. ഒപ്പം അദ്ദേഹം കൃത്യമായി പറഞ്ഞു വെച്ച ഒരു പോയിന്റ് അത് ഇതാണ്, അതായത് ഈ അരി എത്ര എന്ന് ചോദിക്കുമ്പോൾ പയറഞ്ഞാഴി എന്ന് പറയുന്ന മറുപടിയാണ് VT ബൽറാമിന് ഉള്ളത് എന്നുള്ളതാണ് പ്രശാന്ത് ശിവൻ ആരോപിക്കുന്നത്. കാരണം ഇവിടെ പ്രധാനമായിട്ടും അഡ്രസ്സ് ചെയ്യുന്ന വിഷയം എന്നുള്ളത് ആനപ്പുറത്ത് കേരളം പോലൊരു സമൂഹത്ത് ഈ ഹമാസ് ഭീകരവാദികളുടെ ചിത്രം എഴുന്നള്ളിച്ചു എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ അതിലൊരു കൃത്യമായ മറുപടിയോ മറ്റു കാര്യങ്ങളോ ഈ ന്യൂനപക്ഷ പ്രീണനമൊക്കെ ഒരു പ്രധാന നയമായ ഒരു വശത്ത് നിൽക്കുന്നത് കൊണ്ടായിരിക്കാം. പക്ഷേ ഒരുപക്ഷെ ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് പറഞ്ഞ സംഭവം കുറച്ചുകൂടി കടുത്തതാണ്. ഒരു ദേശോത്സവത്തിൽ, ഒരു ഉറൂസിൽ പോലുമല്ല, ഒരു ദേശോത്സവത്തിൽ ആണ് എഴുന്നള്ളിച്ചതെന്ന് പറയുമ്പോൾ അതിൻ്റെ മാനം കുറച്ചുകൂടി മാറുകയാണ്. ആ ദേശക്കാരെല്ലാം പങ്കെടുക്കുന്ന ഒരു ഉത്സവത്തിനിടെയാണോ ഈ സംഭവം? തീർച്ചയായിട്ടും ദേശോത്സവം എന്ന് പറയുകയാണെങ്കിൽ എങ്ങനെയാണ് ഇത്തരമൊരു ഉത്സവത്തിൽ ഈ ഹമാസ് ഭീകരവാദികളുടെ ചിത്രങ്ങൾ ആനപ്പുറത്ത് എഴുന്നള്ളിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാന ചോദ്യം. മാത്രമല്ല അവിടുത്തെ ഈ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് ഫ്ലക്സ് ബോർഡുകളും മറ്റുമൊക്കെ പിടിച്ചു പോകുമ്പോൾ അതിലൊക്കെ അറബിയിലുള്ള എഴുത്തുകളും മറ്റുമൊക്കെയാണ്. നമുക്കറിയാം ഒരു ക്ഷേത്ര സംബന്ധമായ ഉത്സവങ്ങളോ അതല്ലെങ്കിൽ ഈ ദേശങ്ങൾ എല്ലാ നാനാജാതി മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ നടത്തുന്ന ഉത്സവമൊക്കെ ആണെങ്കിൽ അതിൽ ഇത്തരം എഴുത്തുകൾ, ഇത്തരം ഭീകരവാദികളുടെ ചിത്രമൊക്കെ പ്രദർശിപ്പിക്കുക, അത് നേരത്തെ സദ്ദാം ഹുസൈൻ്റെ ചിത്രം ഇതേ പരിപാടിക്ക് ഉയർത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇത്തരം ഒരു ദേശോത്സവത്തിന് എങ്ങനെയാണ് ഇത്തരം മത തീവ്ര ചിന്തകളും അതിൻ്റെ ഈ വലിയ രീതിയിലുള്ള ആഗോള തീവ്രവാദികളുടെ ചിത്രങ്ങളും ഒക്കെ പ്രദർശിപ്പിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു ചോദ്യമായിട്ടുള്ളത്. മാത്രമല്ല ഇതേ സ്ഥലത്ത് തന്നെ, അതായത് ഈ തൃത്താലയ്ക്ക് തൊട്ടടുത്ത് തന്നെ കൂറ്റനാടിൽ സമാന രീതിയിൽ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. അവിടെ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് BJPയുടെ നേതാക്കൾ ഉൾപ്പെടെ ഈ കമ്മിറ്റിയിൽ
ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ അവിടെ കാണാൻ സാധിക്കുന്നത്. അവിടെ ഇത്തരത്തിലുള്ള ഈ തീവ്രവാദികളുടെ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കലോ മറ്റോ ഒന്നും കാണുന്നില്ല. അവിടെ എല്ലാ ജാതി വിഭാഗത്തിൽപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകളെല്ലാം ചേർന്നുകൊണ്ട് പള്ളിയുമായി ബന്ധപ്പെട്ടൊക്കെ ഉള്ള ഉത്സവങ്ങളിലും മറ്റും അവിടെ സഹകരിക്കുന്നു എന്നുള്ളത് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോഴാണ് ഇപ്പുറത്ത് ഇത്തരത്തിൽ ഈ തീവ്രവാദികളുടെ ചിത്രം തന്നെ ആനപ്പുറത്ത് എഴുന്നള്ളിച്ചുകൊണ്ടുള്ള ഒരു ഉത്സവം നടക്കുന്നത് എന്നുള്ളതാണ്. ചില പ്രതികരണങ്ങൾ കൂടി തേടുകയാണെങ്കിൽ BJP നേതാവ് വേണുഗോപാൽ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ വേണുഗോപാൽ, ഇവിടെ നടന്നത് പ്രധാനമായും ഹമാസ് ഭീകരരെ ആനപ്പുറത്ത് എഴുന്നള്ളിച്ചു എന്ന വിഷയമാണ് ഈ വാർത്തയിലൂടെ അഡ്രസ്സ് ചെയ്യപ്പെടുന്നത്. പക്ഷേ ഇതിനുള്ള പ്രതികരണമായി പലപ്പോഴും വരുന്നത് അത് ഉറൂസാണോ, ദേശോത്സവമാണോ, നടന്നത് എന്താണ്, ആരൊക്കെ പങ്കെടുത്തു, അതിനേക്കാളൊക്കെ ഉപരി ഈ നടന്ന സംഭവത്തെയാണ് കൂടുതലായി ചർച്ച ചെയ്യപ്പെടേണ്ടത് എന്ന് കരുതുന്നു. താങ്കളുടെ പക്ഷം എന്താണ്? ദേശോത്സവമല്ല. ഒരു പരിപാടിക്ക് ഉത്സവത്തിന് ദേശോത്സവം എന്ന് പേരിട്ടത് കൊണ്ട് ദേശോത്സവമാവില്ല. അവിടെ ഉറൂസാണ് നടന്നത്. ഉറൂസ് പള്ളിയുമായി ബന്ധപ്പെട്ടതാണ്. പക്ഷെ അവിടെ എല്ലാവരും അതിൽ പങ്കെടുക്കാറുണ്ട് എന്നുള്ളതും സത്യമാണ്, അത് നിഷേധിക്കുന്നില്ല. പക്ഷെ ഇതില് നടത്തിയിട്ടുള്ള ഈ ഹമാസ് ഭീകരരുടെ ഫോട്ടോ വെച്ചുകൊണ്ട് വന്ന 2 ആഘോഷ കമ്മിറ്റിക്കാർ, ആ ആഘോഷ കമ്മിറ്റിക്കാർ ചരിത്രം പരിശോധിക്കണം. അവര് NDF-മായി ബന്ധപ്പെട്ടുള്ള ആളുകളാണ് ഇതിൽ ഒട്ടുമിക്ക ആളുകളും. ഇത് ബോധപൂർവം ജനങ്ങളുടെ ഇടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കാനും അവിടെ ഒരു ഹിന്ദു മുസ്ലിം കലാപം ഉണ്ടാക്കാനും ആലോചിച്ചെടുത്ത തീരുമാനമാണെന്നാണ് BJPക്ക് പറയാനുള്ളത്. അപ്പൊ ഇത് ശരിക്ക് അന്വേഷിക്കപ്പെടേണ്ടതാണ്, നടപടിയെടുക്കേണ്ടതാണ്. VT ബൽറാമിനെ പോലുള്ള ആളുകൾക്ക് പല കാര്യങ്ങളും പറയാൻ പറ്റും. കാരണം അവരൊന്നും ഹിന്ദു വിരുദ്ധത കൈമുതലാക്കിയിട്ടുള്ള ആളാണ് VT ബൽറാം. VT ബൽറാമിന് ഇത് ദേശോത്സവം എന്ന് പറയുമ്പോൾ ഈ പള്ളിയുമായി ബന്ധപ്പെടാതെ എന്തുത്സവമാണ് അവിടെ നടന്നിട്ടുള്ളത്? ഈ അവിടെ ഉണ്ടാക്കിയുള്ള കമ്മിറ്റിയിൽ എല്ലാവരും ഉണ്ടായത് കൊണ്ട് മാത്രം അത് പള്ളി പരിപാടി ആയി മാറും. അത് ഉറൂസുമായി ബന്ധപ്പെട്ടതാണെന്ന് എല്ലാവർക്കും അറിയാം. സാമാന്യ ബോധമുള്ള തൃത്താലക്കാർക്കും ലോകത്തെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് VT ബൽറാം വില കുറഞ്ഞ മതഭീകരവാദികളെ സഹായിക്കുന്ന സമീപനം എന്നും എടുത്തിട്ടുണ്ട്. അത് VT ബൽറാമിനെ പോലുള്ള ആളുകൾ ഇനിയും എടുക്കും, അതിൽ അത്ഭുതമില്ല. പക്ഷെ അത് ദേശോത്സവമല്ല, അത് ഉറൂസുമായി ബന്ധപ്പെട്ടതാണ്. ആ പരിപാടിക്ക് അവർ ദേശോത്സവമെന്നോ അന്താരാഷ്ട്ര ഉത്സവമെന്നോ പേര് കൊടുക്കുന്നത് നമ്മൾ എതിർക്കുന്നില്ല. പക്ഷെ അവിടെ നടന്നിട്ടുള്ളത് ഇത് ആസൂത്രിതമായിട്ടാണ് ഹമാസ് ഭീകരന്മാരുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. ഞാൻ ഇന്നലെയും ഇന്നുമായിട്ട് ബൽറാമിന്റെ പല പ്രതികരണങ്ങളും കേൾക്കുന്നത് അത് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. അത് തന്നെയാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത്. അല്ലാതെ എന്താ ചർച്ച ചെയ്യപ്പെടേണ്ടത്? എതിർക്കുന്നതിനെയാണോ ചർച്ച ചെയ്യേണ്ടത്? ഇവിടെ കൂറ്റനാട് ഇതേപോലെ ഉത്സവങ്ങളുണ്ട്, നേർച്ച ഉത്സവങ്ങളുണ്ട്. അവിടെയൊക്കെ ഹിന്ദുക്കളും അതിൽ പങ്കെടുക്കുന്നുണ്ട്. ഇവിടെ ഹിന്ദുക്കൾ പങ്കെടുക്കുന്നില്ല എന്നോ പങ്കെടുക്കുന്നുണ്ടോ എന്നുള്ളതല്ല ചർച്ച. ഈ ഹമാസ് ഭീകരന്മാരെ കെട്ടി എഴുന്നള്ളിച്ച അവരുടെ ഫോട്ടോ വെച്ചുകൊണ്ട് മുസ്ലിം ചെറുപ്പക്കാരുടെ ഇടയിൽ അവർക്ക് പിന്തുണ കിട്ടാനും ഇവിടെ ഹിന്ദു മുസ്ലിം കലാപം ഉണ്ടാക്കാനും ആസൂത്രിതമായി NDF-ന്റെ പിൻബലമുള്ള അല്ലെങ്കിൽ അവരുടെ NDF ചരിത്രമുള്ള ആളുകൾ ഉണ്ടാക്കിയ ഒരു പരിപാടിയാണ്. ഇതിനെ സമൂഹം ഒന്നടക്കം വിമർശിക്കേണ്ടതാണ്. നിർഭാഗ്യമെന്ന് പറയട്ടെ, VT ബൽറാമിനെ പോലുള്ള ചില ആളുകൾ തരം താണ രീതിയിലേക്ക് ഇത് മാറ്റുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അത് ദേശോത്സവമല്ല, അത് ഉറൂസ് ഉത്സവമാണ്. അതിനോട് ബന്ധപ്പെട്ടുകൊണ്ടാണ് കമ്മിറ്റികൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിനോട് ബന്ധപ്പെട്ടുകൊണ്ടാണ് അവിടെ 2 ടീം അവരുടെ പേരുകൾ തന്നെ വെച്ചുകൊണ്ട് 2 ഫോട്ടോകൾ വെച്ചുകൊണ്ട് ഒരു മിനിറ്റ് കാണിക്കല്ല, ആ ആഘോഷം കഴിയുന്നവരെ കൊണ്ടു നടന്നത്. അതുകൊണ്ട് ഇത് എതിർക്കപ്പെടേണ്ടതും ഇതിനെതിരെ ശക്തമായ നടപടിയും എന്നാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ അഭിപ്രായം. മറ്റൊന്ന് ശ്രീ വേണുഗോപാൽ, ഇതിപ്പോൾ ദേശീയമായി ചിന്തിച്ചാൽ തെറ്റ്. ഇനി തൃത്താലയുടെ ഒരു സാഹചര്യം പറയൂ. താങ്കൾ ആസൂത്രിതമാകാനുള്ള സാധ്യതയെക്കുറിച്ച് വ്യക്തമാക്കിയല്ലോ. എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം? എന്തുകൊണ്ടാണ് ഈ ദേശക്കാർ ഇങ്ങനെ ഹമാസ് ഭീകരരെ എഴുന്നള്ളിക്കാനുള്ള ധൈര്യത്തിലേക്ക് അവർ വന്നത്? ഒന്ന്, VT ബൽറാമിനെ പോലുള്ള ആളുകളാണ് അവിടെ ഇതുവരെ ജയിച്ചവരും അല്ലെങ്കിൽ മുന്നേ ജയിച്ചവരും എന്നുള്ളത്. അവരുടെ പിന്തുണ തന്നെയാണ് പ്രധാനം. രണ്ടാമത്, ഞാൻ ഈ കാര്യം പറയുന്നത് ഇതിന്റെ മുന്നേയും ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾ മുൻ വർഷങ്ങളിലൊക്കെ നടന്ന് പരിശോധിച്ചാൽ ബിൻ ലാദനെയൊക്കെ കെട്ടി എഴുന്നള്ളിച്ചിട്ടുണ്ട് ഇതുപോലെ. അന്നൊരു പക്ഷേ ശക്തമായ എതിർപ്പുണ്ടായില്ല എന്നുള്ളത് കൊണ്ട് കൂടിയായിരിക്കാം, ഇല്ലെങ്കിൽ നടപടി ഉണ്ടായിട്ടില്ല എന്നുള്ളത് കൊണ്ടും ആയിരിക്കാം ഇതിനുള്ള അവർക്ക് താല്പര്യം കൂടിയത്. മാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇടത് വലത് മുന്നണികൾ കാണിക്കുന്ന അനാവശ്യമായ പ്രീണനം, ഇതിന് മുസ്ലിം പ്രീണനം എന്നല്ല പറയാൻ കഴിയുക, ഇത് മതഭീകരവാദികൾക്ക് കൊടുക്കുന്ന സഹായം എന്നാണ് ഇതിന് പറയാൻ പറ്റുക.
അത്തരം സഹായങ്ങൾ കിട്ടും എന്നുള്ള ധൈര്യം കൊണ്ട് തന്നെയാണ് ഈ തൃത്താലയിൽ നടന്നത്. തൃത്താലയിൽ പൊതുവെ പറിച്ചുവെട്ട മന്ദിരങ്ങളുമായി ബന്ധപ്പെട്ടതും അതേപോലെ ഈ ഭാരതീയ സംസ്കാരവുമായി ബന്ധപ്പെട്ടുള്ള നിരവധി കാര്യങ്ങളുണ്ട്. അവിടെ ക്ഷേത്രങ്ങളും പള്ളികളും തമ്മിലൊന്നും പ്രശ്നങ്ങളില്ല. പക്ഷെ ആ രൂപത്തിലേക്ക് മാറ്റാൻ ഒരുപക്ഷെ ഈ ചർച്ച തന്നെ ഉണ്ടാക്കുക എന്ന് തന്നെയായിരിക്കും ഈ ഹമാസ് ഭീകരന്മാരെ കെട്ടിയെഴുന്നള്ളിച്ച ആളുകളുടെ ഉദ്ദേശം. അപ്പോൾ അതിന് പിന്തുണ ഇടത് വലത് മുന്നണികളിൽ നിന്ന് കിട്ടുന്നു എന്നുള്ളതാണ് ഇതിന് അവർക്ക് പ്രേരണയായിട്ടുള്ളത് എന്നാണ് അഭിപ്രായം. വളരെ നന്ദി ശ്രീ വേണുഗോപാൽ പ്രതികരിച്ചതിന്. അരുൺ, ഇത് ആസൂത്രിതമായി നടന്നതാണ്, നടക്കാൻ പാടില്ലാത്തതാണ് എന്ന തരത്തിലുള്ള പല പ്രതികരണങ്ങളും വരുമ്പോൾ ഈ തൃത്താല കേന്ദ്രീകരിച്ച് രണ്ട് ദേശക്കാർ ഇങ്ങനെ ഹമാസ് ഭീകരരെ എഴുന്നള്ളിക്കാൻ മാത്രം, ആനപ്പുറത്ത് എഴുന്നള്ളിക്കുക എന്ന് അതൊരു സന്ദേശം കൊടുക്കലാണ്. അപ്പോൾ പൊതുവെ തൃത്താലയിൽ നിന്നൊക്കെയും എങ്ങനെയാണ് പ്രതികരണം ഉയരുന്നത് ഈ സംഭവത്തോട്? തീർച്ചയായും തൃത്താലയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു വിഭാഗം ഇതിനെ തള്ളിപ്പറയുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ആ പ്രദേശത്തെ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് അറിയാൻ കഴിയുന്നത്. പ്രധാനമായിട്ടും പ്രദേശത്തിലെ ജനങ്ങൾ ഈ ഒരു ഉത്സവം നടത്തുമ്പോൾ ഉത്സവത്തിൽ എന്തിനാണ് ഇത്തരത്തിൽ ഭീകരവാദികളുടെ ചിത്രം ആനപ്പുറത്തൊക്കെ കൊണ്ട് എഴുന്നള്ളിക്കുന്നത് എന്നുള്ളത് സ്വാഭാവികമായിട്ടും ആളുകൾ ചോദിക്കുന്നുണ്ട്. അത് കേവലം ഹിന്ദു മതത്തിൽ നിന്നോ ക്രിസ്ത്യൻ മതത്തിൽ നിന്നുള്ള ആളുകൾ മാത്രമല്ല, മുസ്ലിം മതവിഭാഗത്തിൽ നിന്നുള്ള ആളുകൾ തന്നെ കൃത്യമായിട്ട് ഇതിനെ ചോദ്യം ചെയ്തു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ചില ഫേസ്ബുക്ക് പോസ്റ്റുകൾ പോലും അത്തരത്തിൽ നമുക്ക് കാണാൻ സാധിച്ചു. അതിനെ പരസ്യമായിട്ട് തന്നെ തള്ളിപ്പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഇത് ഒരു ജമാഅത്ത് ഇസ്ലാമി അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ട് പോലുള്ള സംഘടനകളുടെ ഈ പിന്തുണയാണോ ഇതിൻ്റെ പിന്നിൽ എന്നൊക്കെ അന്വേഷിക്കണം എന്നുൾപ്പെടെ ചില ആളുകൾ നവമാധ്യമങ്ങളിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട് കുറിപ്പുകൾ എഴുതിയിട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ ഇത് എതിർക്കപ്പെടേണ്ടതാണ് എന്ന് വലിയ ഒരു വിഭാഗം ആളുകൾ ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം, പാലക്കാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ജില്ലയുടെ വിവിധ ഇടങ്ങളിൽ ഈ പള്ളി നേർച്ചകളാണെങ്കിലും ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങളാണെങ്കിലും ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷേ എല്ലായിടത്തും വലിയ രീതിയിൽ സമൂഹത്തിൽ മതമൈത്രി ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു ആഘോഷ പരിപാടികളാണ്. എല്ലാ ജാതി മതസ്ഥരും ഒരുമിച്ച് ഒരേപോലെയാണ് എല്ലാ ഉത്സവങ്ങളും ആഘോഷിക്കാറുള്ളത് എന്നിരിക്കെ കൃത്യമായിട്ട് തന്നെ ഈ തീവ്രവാദികളുടെ ചിത്രം പോലും ആനപ്പുറത്ത് എഴുന്നള്ളിക്കുന്നു എന്ന് പറയുമ്പോൾ അത് സ്വാഭാവികമായിട്ടും എതിർക്കപ്പെടേണ്ടത് മാത്രമല്ല, ഇത് നേരത്തെ വേണുഗോപാലൊക്കെ പറഞ്ഞതുപോലെ യുവാക്കളിൽ ഉൾപ്പെടെ വലിയ രീതിയിൽ തീവ്രവാദ ചിന്ത ഉണർത്തുന്ന ഒരു കാര്യം കൂടിയായി ഇത് മാറുന്നു എന്നുള്ളതാണ് പ്രധാന ആരോപണമായിട്ട് ഉയരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിൽ കൂടുതൽ അന്വേഷണവും മറ്റുമൊക്കെ വേണമെന്ന് ഇതിനോടകം തന്നെ ആവശ്യം ഉയർന്നിരിക്കുന്നത്. ഇന്നലെയൊക്കെ വ്യാപക പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് നടന്നിരുന്നു. BJPയുടെ നേതൃത്വത്തിലും മറ്റുമൊക്കെ പാലക്കാട് നഗരത്തിൽ ഉൾപ്പെടെ ഈ വിഷയത്തിൽ പ്രതിഷേധങ്ങൾ നടന്നിരുന്നു. മാത്രമല്ല തൃത്താല CIക്കും അതുപോലെ തന്നെ DYSPക്കും ഉൾപ്പെടെ വിഷയത്തിൽ BJP പരാതിയും നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ പരാതിയിലൊന്നും മറ്റ് അന്വേഷണങ്ങളോ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. അതേസമയം തന്നെ നേരത്തെ ഈ VT ബലറാം ഉൾപ്പെടെയുള്ള ആളുകൾ ഇതെവിടെ നടന്നു, എന്ത് ഉത്സവമാണ്, അതിൻ്റെ ഉത്സവത്തിൻ്റെ പേര് സംബന്ധിച്ച് അതിൻ്റെ സമയം സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുമ്പോൾ അതല്ല അതിൽ കൃത്യമായിട്ട് ചർച്ച ചെയ്യേണ്ട വിഷയം എന്നുള്ളത് പ്രധാനമായിട്ടും ഈ ഹമാസ് ഭീകരരുടെ ചിത്രങ്ങൾ ആനപ്പുറത്ത് എഴുന്നള്ളിക്കുന്ന തരത്തിലേക്ക് എങ്ങനെയാണ് ഈ സമൂഹത്തിന് മാറാൻ കഴിയുന്നത് എന്നുള്ളതാണ്. ഇന്നലെ നമ്മൾ ജനം TV വാർത്ത പുറത്തുവിട്ടതിന് ശേഷം ദേശീയ മാധ്യമങ്ങൾ, ഇംഗ്ലീഷ് ചാനലുകളൊക്കെ ഇത് ഏറ്റെടുത്ത് വലിയ വാർത്തയാണ് ആ ചാനലുകളിലൊക്കെ നമുക്ക് കാണാൻ സാധിച്ചത്. നമ്മളുടെ വാർത്ത മറ്റ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട റിപ്പബ്ലിക്കും അതുപോലെ ടൈംസ് നൗവും ഇന്ത്യ ടുഡേയും ഒക്കെ പോലുള്ള പ്രധാന ചാനലുകളൊക്കെ നമ്മളുടെ ജനം TVയുടെ വാർത്ത ഏറ്റെടുക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതിൽ നിന്ന് തന്നെ എത്രത്തോളം ഇത് ഗൗരവകരമായിട്ടുള്ള വിഷയമാണ് എന്നുള്ളത്, അത് മാത്രമല്ല ദേശീയ തലത്തിൽ തന്നെ ഈ വാർത്തയ്ക്ക് എത്രമാത്രം പ്രാധാന്യമുണ്ട്. അവരൊക്കെ ആ മറ്റ് നാടുകളിലുള്ള ആളുകൾ, മറ്റ് സംസ്ഥാനങ്ങളിലുള്ള ആളുകളൊക്കെ വളരെ കൗതുകത്തോടു കൂടെയാണ് ഇതിനെ കാണുന്നത് എന്നുള്ളത് അതിൻ്റെ അവരുടെ വാർത്തകളുടെയൊക്കെ അടിയിൽ കമൻറ്റുകൾ വായിക്കുമ്പോൾ പോലും നമുക്ക് കാണാൻ സാധിക്കുന്നു. എങ്ങനെയാണ് കേരളത്തിൽ ഇത്തരത്തിലുള്ള പ്രവർത്തികളൊക്കെ നടക്കുന്നത് എന്ന് വളരെ കൗതുകത്തോടെയാണ് അവരൊക്കെ ചോദിക്കുന്നത് എന്നുള്ളതാണ്. അതിൽ നിന്ന് പ്രശാന്ത് ശിവൻ നൽകിയ മറുപടി തന്നെയാണ് പറയാനും കഴിയുക. ചർച്ച വഴിതിരിച്ചു വിടാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്ന് ഈ വിഷയത്തിൽ പറയേണ്ടി വരും.